പ്രിയരെ, ഗെത്സെമനിയിൽ യേശു പറയുന്ന 8 വചനങ്ങളുണ്ട്. അതിൽ മൂന്നാമത്തേതാണ് മർക്കോസിൻ്റെ സുവിശേഷം 14 അധ്യായം 37 വചനം. പത്രോസിനോട് യേശു ചോദിക്കുകയാണ്, ശിമിയോനെ, നീ ഉറങ്ങുന്നുവോ? 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ? 2 ശിഷ്യന്മാരെയാണ് ഗെത്സെമനിയിൽ യേശുവിൻ്റെ കൂടെ ഒരു കല്ലേറ് ദൂരം മുമ്പോട്ട് കൊണ്ടുപോയത്. ഇവരോടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവിൻ. യേശു വന്നപ്പോൾ ഇവർ ഉറങ്ങുന്നതായിട്ടാണ് കണ്ടത്. മണവാളനെ കാത്തിരിക്കുന്ന മണവാട്ടികളെക്കുറിച്ച് പറയുന്നുണ്ട്. 10 പേര് വിവേകവതികളും 10 പേര് വിവേകശൂന്യകളുമായിരുന്നു. അവർ ഉണർന്നിരുന്നില്ല. അതുകൊണ്ട് മണവാളനോടൊപ്പം അവർക്ക് മണവറയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് നമ്മളെല്ലാവരും ഉണർന്നിരിക്കേണ്ടതും പ്രാർത്ഥനയുടെ വളരെ ശക്തമായ കാര്യങ്ങളും വേണ്ട ദിനങ്ങളാണ്. നമുക്ക് തോമാശ്ലീഹ പകർന്നു തന്ന ആ വിശ്വാസം, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നുള്ള ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ കടപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്നത് മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും എല്ലാം നീരാളിപ്പിടുത്തത്തിലാണ്. മോചനം പ്രാപിക്കാൻ എല്ലാ തുറകളിൽ നിന്നുമുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. സഭയിൽ ഇന്ന് പ്രാർത്ഥിക്കേണ്ട വ്യക്തികൾ, നേതൃത്വം കൊടുക്കേണ്ട വ്യക്തികൾ ഉറങ്ങുക മാത്രമല്ല, വേറെ പലതിനെക്കുറിച്ചുമാണ് ചർച്ച. കല്ലുകുരിശ് വെക്കണമോ, തടിക്കുരിശ് വെക്കണമോ, മർത്തോമ കുരിശ് വെക്കണമോ, അങ്ങനെ ഒരു ചിന്ത. കർട്ടൻ ഇടണമോ, കർട്ടൻ ഇടാതിരിക്കണമോ, വേറൊരു ചിന്ത. പരിശുദ്ധ കുർബാന കിഴക്കോട്ട് തിരിയണമോ പടിഞ്ഞാറോട്ട് തിരിയണമോ എന്നെല്ലാം പറഞ്ഞുള്ള വഴക്കുകളും ബഹളങ്ങളും. ഈ പശ്ചാത്തലങ്ങളിലാണ് ഈ വർഷം നമ്മൾ പെസഹ ആഘോഷിക്കുന്നത്. യോഹന്നാനോട് പറഞ്ഞ വാക്ക് മാത്രമാണ്, വേദനയുടെ നേരോടുകൂടി ഈശോ പറഞ്ഞ വാക്കുകൾ മാത്രമാണ് പറയുന്നത്. ശിമിയോനെ, നീ ഉറങ്ങുന്നുവോ? 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ? ധാരാളം ഡിസ്കഷൻസ് നടക്കുന്നു. സഭയുടെ മക്കൾ താഴോട്ട് പോകുന്നു, അവരെല്ലാം വിദേശങ്ങളിലേക്ക് പോകുന്നു. എവിടെയോ ശോഷണം വന്നിട്ടുണ്ട്. ആ ശോഷണം കണ്ടെത്തി അനുതാപത്തോട് കടന്നു വരുവാനുള്ള ആഹ്വാനമാണ് ഈ നോമ്പ് നമുക്ക് നൽകിയത്. പെസഹ രാത്രിയിൽ യേശു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി ചുംബിച്ചതുപോലെ ചുംബിക്കാനായിട്ട് സാധിച്ചില്ലെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനെങ്കിലും തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അജഗണത്തെ നോക്കാനായിട്ട് ഉത്തരവാദിത്വമെങ്കിലും നടത്തിയാൽ എത്ര നന്നായിരുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. 1 മണിക്കൂറെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്നവരാകാം, വചനം വായിക്കുന്നവരാകാം. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും നിങ്ങളിലേക്കും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും ഒഴുകിയിറങ്ങുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് ഗെത്സെമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുവാൻ 2 പേരെ വിളിച്ചുകൊണ്ട് പോയല്ലോ മുമ്പോട്ട്. കല്ലേറ് ദൂരം മാറിയിരുന്ന് അങ്ങ് പ്രാർത്ഥിച്ചല്ലോ, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. ആ പ്രാർത്ഥനയുടെ അവസരത്തിൽ അങ്ങ് എഴുന്നേറ്റ് വരുമ്പോൾ ശിമിയോനും യോഹന്നാനും ഉറങ്ങുകയാണല്ലോ. അവരെ കാണുമ്പോൾ ഈശോ പറഞ്ഞു, ഇപ്പോഴും ഉറങ്ങുകയാണോ? ഉറങ്ങുന്ന സഭയെ ഉണർത്താൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ മാധ്യസ്ഥം നൽകണമേ. കുരിശ് ഞങ്ങൾക്ക് മാധ്യസ്ഥമാകട്ടെ. ആമേൻ. സ്നേഹമുള്ളവരെ, എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ. നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. വചനം വളർത്താം. പെസഹ രഹസ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം.